ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ഈശോയുടെ അടുത്ത് നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാനായിട്ട് ഈശോ ഒരു മാനദണ്ഡം സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 21-ാം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ 2 കണ്ടീഷൻ പറയാം. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നവൻ, എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ. ഈശോയുടെ കൽപ്പനകളെ മനസ്സുവാ സ്വീകരിച്ചുകൊണ്ട് ഞാനിതാ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൽ ഇതാ ഞാൻ കൽപ്പനയ്ക്ക് സ്ഥാനം കൊടുക്കുന്നു. അതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ട്, ആ സ്വീകരിക്കുന്നവനെ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാനായിട്ട്, ആ സ്നേഹം മറ്റുള്ളവർക്ക് ഒഴുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നീ ഈശോനെ സ്നേഹിക്കുന്നു എന്നാണ് നിൻ്റെ ഈശോ ഇന്ന് പറഞ്ഞു വയ്ക്കുക. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ്, എത്രത്തോളമൊക്കെയാണ് സ്വീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നത്, എത്രത്തോളമൊക്കെ അത് പ്രാവർത്തികമാക്കാൻ നീ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വിലയിരുത്തലാകാം. നിങ്ങൾക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കൃപാവരത്തിന്, നിന്റെ ശക്തിക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. ഈശോയെ, നിന്റെ കൽപ്പനകളെ സ്വീകരിക്കുവാനായിട്ട്, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. നിന്റെ നാമത്തിൽ വ്യക്തി സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും ഈ ദിവസം നിറയപ്പെട്ടതായി തീരട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.